ഇന്നത്തെ ഈ ലേഡീസ് നൈറ്റിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊരു പ്രോഗ്രാം വഴി ഞങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ കിട്ടിയ സ്വീറ്റ് മെമ്മറീസ് ഒരു ചെറിയ കാര്യമല്ല. 3 ജനറേഷനിലുള്ളവർ ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വൈബുണ്ടല്ലോ, അത് ഞങ്ങൾ ഓരോരുത്തരും വളരെ പ്രഷ്യസ് ആയി കരുതുന്നു. ഇന്നത്തെ സമൂഹത്തിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യമായി ഞാൻ അതിനെ കാണുന്നു. എന്റെ കുട്ടികൾ പോലും സ്കൂൾ വിട്ടു വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇന്ന് പ്രാക്ടീസ് ഉണ്ടോ അമ്മ എന്നാണ്. കാരണം അവരും അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നു. ആ സന്തോഷം ഞങ്ങൾ ഓരോ അമ്മമാർക്കും ഫീൽ ചെയ്യുന്നുമുണ്ട്. സോ ഇങ്ങനെ ഒരു വേദി ഫുഡ് ഉൾപ്പെടെ ഞങ്ങൾക്കായി ഒരുക്കുന്നത് പ്രസിഡന്റ് ജോസി സർ, സെക്രട്ടറി ഡോക്ടർ റോഡി, ട്രഷറർ ചേട്ടൻ, എല്ലാ സപ്പോർട്ടുമായി ഒപ്പം നിന്ന് മറ്റു വൈസ്മെൻ മെമ്പേഴ്സിനും എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി. വൈസ് മെനസ് പ്രസിഡന്റ് അനിത ചേച്ചിയുടെ കോർഡിനേഷൻ സ്കിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ആരെയും അറിയിക്കാതെ ഭംഗിയായി മാനേജ് ചെയ്ത് എല്ലാ തിരക്കിനിടയിലും ഓടി നടന്ന് എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് നയിച്ച അനിത ജോസിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ ഫെബ്രുവരി 20-ന് അമേരിക്കയ്ക്ക് യാത്ര തയ്യാറെടുക്കുന്നതിനിടയിലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഓടിയെത്തുന്ന നമ്മുടെ ലൂസി ആന്റി ഒപ്പനയ്ക്ക് മണവാട്ടിയാകാൻ നമ്മൾ പറഞ്ഞപ്പോഴേ തന്നെ ഒരു വഴിയും പറയാതെ ആക്റ്റീവായി മുന്നിൽ നിന്ന് നമ്മുടെ മണിച്ചേച്ചി ചങ്ങനാശ്ശേരിയിൽ മകളുടെ വീട്ടിൽ പള്ളിപ്പെരുന്നാളിൽ പോയിട്ട് പ്രാക്ടീസ് ഉണ്ടെന്നുള്ള കാരണത്താൽ പിറ്റേന്ന് തന്നെ തിരിച്ചതിന്റെ ഡെഡിക്കേറ്റഡ് ആയി നമ്മുടെ വത്സമാന്തി ഷോപ്പിലെ തിരക്കുകൾക്കിടയിലും പ്രാക്ടീസിന് വേണ്ടി സിസ്ലയിലും അതിനുശേഷം വീട്ടിലെ തിരക്കുകൾക്കിടയിൽ ഷിജുവിനൊപ്പം വീട്ടിലും പ്രാക്ടീസ് ചെയ്യുന്ന ദീപ ഷൈജു, 2.25 വയസ്സ് മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്ത് മനോഹരമായ വെൽക്കം ഡാൻസ് ദീപയോടൊപ്പം അവതരിപ്പിച്ച ഷിജു മഹേഷിനും 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കി സ്കൂൾ വിട്ടുവരുന്ന 3 ചെറിയ കുട്ടികളുമായി ഓടിയെത്തുന്ന നമ്മുടെ പ്രിയ, രാവിലെ മുതൽ കോടതിയിലെ പ്രാക്ടീസിന് ശേഷം ഈവനിങ് നമ്മുടെ പ്രാക്ടീസിനെത്തുന്ന കുട്ടി വക്കീലന്മാരായ മീറോസ് ജോസി ആൻഡ് റിച്ചയ്ക്കൊപ്പം കൂട്ടിന് വന്നവന്ന് ഫൈനലി ഒരു മികച്ച കലാകാരിയായി മാറിയ സോഫി, ആനിമാൻഡ് സർജറിയോട് അതിനോട് അനുബന്ധിച്ച് തിരക്കുകൾക്കിടയിലും എല്ലാവിധ പ്രോത്സാഹനവുമായി ഒപ്പം നിന്ന് വിനീഷായും ഇതുവരെ പ്രേക്ഷക മാത്രമായി എന്നാൽ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പ്രാക്ടീസിനായി എത്തിയ ആളായി മാറിയ ബീന സജി, സ്കൂളിലെ ഓവർലോഡായി വർക്കുകളെല്ലാം ഒതുക്കി വെച്ച് കിട്ടുന്ന സമയത്ത് വരുന്ന ബില്ലസിബി, +2 ബോർഡ് എക്സാമിന്റെ എല്ലാ ടെൻഷനുകൾക്കിടയിലും ഒരു സ്ട്രെസ് റിലീഫിനും മെന്റൽ റിലാക്സേഷനും വേണ്ടി കഷ്ടപ്പെട്ടെത്തുന്ന നമ്മുടെ ഗാഥ സന്തോഷ്, സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പഠനത്തോടൊപ്പം ടിവിയും മൊബൈൽ ഗെയിംസുമായി വീട്ടിൽ കളിച്ച് രസിക്കേണ്ട ഈ പ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു മടിയുമില്ലാതെ തുള്ളിച്ചാടി വരുന്ന കുഞ്ഞുങ്ങൾ ലൂസി, സാറ, ശ്രേയ, താനിയ, അനു, കൂടാതെ ഈ പെൺപടയിലെ ആൺതരി ജിത്തു അനു, ഇന്നത്തെ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച പാരഡി സോങ് ഉൾപ്പെടെ എനിക്ക് ഈ വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള വരികൾ സഹിതം എഴുതി തന്ന രശ്മി സന്തോഷ്, എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മണിക്കൂറുകളോളം മാറി നിൽക്കുവാൻ സാധിക്കുന്നത് വീട്ടിലുള്ളവരുടെ സഹകരണം ഒന്നുകൊണ്ട് കൂടി മാത്രമാണ്. സ്വന്തം വീട്ടിൽ നിന്നും ഒരു നോ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നോ പറയാതെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും, ഫാമിലി മെമ്പേഴ്സിനും
ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ മുട്ടം വൈസ് മിനിറ്റ്സ് ആൻഡ് വൈസ് ഡേയ്സ്. ഇന്ന് മുട്ടം വൈസ് മെൻ ക്ലബിൽ ജോയിൻ ചെയ്യാനെത്തിയ പുതിയ മെമ്പേഴ്സിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾക്കും എല്ലാവരുടെയും സഹകരണം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രാക്ടീസ് സെഷൻ ആയിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും അത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. അതിനായി വേദി ഒരുക്കിയിട്ടുള്ള സിസ്ലിയ ഗ്രൂപ്പിനും നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.